ചിരിക്കേണ്ട, നിനക്കുള്ള പണി തരാൻ എനിക്കറിയാം. 3 മാസം പോയിട്ട് 3 മണിക്കൂർ പോലും ഇനി നിന്റെ മുന്നിലില്ല. അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി. നോക്കണ്ട, എല്ലാം വഴിയേ മനസ്സിലാവും. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി. സിദ്ധാർത്ഥ് പറഞ്ഞതിലെ പൊരുൾ ഗൗരിക്ക് തീരെ വ്യക്തമായില്ല. അവൾ അത് കൂസാക്കാതെ മുകളിലേക്ക് നടന്നു. വൈകുന്നേരം സിദ്ധാർത്ഥ് തിരക്കിട്ട് എങ്ങോട്ടോ പോകുന്നത് ഗൗരി കണ്ടു. എങ്ങോട്ടാ എന്നെല്ലാം ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും എന്തോ വാ തുറക്കാൻ തോന്നിയില്ല. ഗൗരി നേരെ ലൈബ്രറിയിൽ പോയി ബുക്കെടുത്ത് തിരികെ ഹാളിൽ വന്നു. ഇടയ്ക്കെപ്പോഴോ വായിച്ചുറങ്ങിപ്പോയി. ഇതേ സമയം മോനെ എന്താ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ? അമ്മേ, നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് കാരണം വേണോ? എന്നാലും കാര്യമില്ലാതെ എൻ്റെ കുട്ടി ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകില്ലല്ലോ. കാര്യമൊക്കെയുണ്ട്, അത് വീടെത്തുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും. പിന്നീട് സിദ്ധാർത്ഥൊന്നും മിണ്ടിയില്ല. സത്യത്തിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അവൻ ഇപ്പോഴും ഗൗരിയെ ഓർക്കുന്നില്ല എന്നതിലാണ് ആ വിഷമം. പാവം അമ്മ അറിയുന്നില്ലല്ലോ സിദ്ധാർത്ഥിന് പഴയതെല്ലാം ഓർമ്മ വന്നുവെന്ന്. വീട്ടിലെത്തിയ മൂവരും കണ്ടു മുഖത്ത് പുസ്തകം വെച്ചുറങ്ങുന്ന ഒരു പെൺകുട്ടി. അത് കണ്ടപ്പോൾ തന്നെ അമ്മയുടെ മുഖം കടുത്തു. ഇപ്പോഴും ഇവളെ പറഞ്ഞു വിടാൻ നിനക്കായിട്ടില്ലല്ലേ? ഇത്ര ധൈര്യമുണ്ടായിട്ടാ ഇവളുള്ള വീട്ടിലേക്ക് നീ എന്നെയും അച്ഛനെയും കൊണ്ടുവന്നത്? നല്ല പരിചയമുള്ള ശബ്ദം കേട്ടാണ് ഗൗരി ഉറക്കത്തിൽ നിന്നുണർന്നത്. മുഖത്ത് വീണു കിടക്കുന്ന പുസ്തകം എടുത്തു മാറ്റി അവൾ സോഫയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അമ്മ, അവൾ സന്തോഷത്തോടെ വിളിച്ചു. അവളുടെ ശബ്ദം കേട്ടാണ് അമ്മ സിദ്ധാർത്ഥിനെ രൂക്ഷമായി നോക്കുന്നതിൽ നിന്നും മുഖം മാറ്റി അവളെ നോക്കിയത്. മോളെ ഗൗരി, ആ അമ്മ വാത്സല്യത്തോടെ അവൾക്കരികിലേക്ക് ഓടിയെടുത്തു. പറഞ്ഞില്ല ഈ ദുഷ്ടൻ മോൾ ഇവിടെ ഉണ്ടെന്ന്. എന്നാൽ എൻ്റെ കുട്ടി വന്നത് അമ്മ വിളിക്കണമെന്ന് ഒരുപാട് വിചാരിച്ചതാ. എന്തു പറഞ്ഞ എൻ്റെ കുഞ്ഞിനെ സമാധാനിപ്പിക്കാമെന്ന് അറിയാത്തത് കൊണ്ട് മാത്രം കുട്ടിയെ വിളിക്കാഞ്ഞത്. എനിക്കറിയാം അമ്മേ. അമ്മ വിഷമിക്കേണ്ട. സിദ്ധാർത്ഥിന് പഴയതെല്ലാം ഓർമ്മ വന്നു. സിദ്ധാർത്ഥ് തന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ദുഷ്ടൻ വരുന്ന വഴി പറഞ്ഞതുപോലുമില്ല. മോളെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും അമ്മയിലുണ്ടായിട്ടില്ല. ശരിയാ മോളെ, പൊതുവെ അമ്മ അമ്പലങ്ങൾ കയറിയിറങ്ങുന്ന ഒരു വ്യക്തിയാ. ഇവന് മോളെ ഓർമ്മയില്ല, മോളെ അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു അമ്പലത്തിലും നിന്റെ അമ്മ പിന്നെ പോയിട്ടില്ല. അച്ഛൻ പറഞ്ഞു. അതെന്താ അമ്മേ? എൻ്റെ കുഞ്ഞിനോട് ഇത്രമാത്രം ദ്രോഹം ചെയ്യാൻ എന്ത് തെറ്റാ നീ ചെയ്തത്? നിന്നെ എങ്ങനെ ദ്രോഹിക്കുന്നവരെ ആരാധിക്കാനും ബഹുമാനിക്കാൻ എനിക്ക് തോന്നിയില്ല, അത്ര തന്നെ. സാരമില്ല, ഇപ്പോൾ എല്ലാം ശരിയായില്ലേ? അവൾ അമ്മയുടെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ കൈകൊണ്ട് തുടച്ചു മാറ്റി. വല്ലാതെ ക്ഷീണിച്ചു പോയി എൻ്റെ കുട്ടി. അമ്മ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹലോ, അത് മരുമകളാണ്, ഞാനാണ് മകൻ. നീയൊന്ന് പോടാ. ഇപ്പോൾ നിന്നേക്കാൾ ഇഷ്ടം എനിക്ക് എൻ്റെ ഗൗരിക്കുട്ടിയാ. ആ ഇഷ്ടം അവൾക്ക് കൂടി വേണ്ടേ? അവൻ്റെ ആ വാക്ക് കേട്ടതും അമ്മയുടെ ഉള്ളം ഒന്ന് പിടഞ്ഞു. അമ്മ ദയനീയമായി ഗൗരിയെ ഒന്ന് നോക്കി. സിദ്ധാർത്ഥ് ഇതെന്താണ് പറഞ്ഞതെന്ന അർത്ഥത്തിൽ ഗൗരിയും. എൻ്റെ മോൾക്ക് ഈ അമ്മയോട് വല്ല ദേഷ്യമുണ്ടോ? ആ ചോദ്യം ഹൃദയത്തിൽ തട്ടിയുള്ളതായിരുന്നു. അമ്മയുടെ ശബ്ദം ഇടറിയിരുന്നു. എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അമ്മയല്ലാതെ ഞാൻ ഈ ലോകത്ത് ആരെ സ്നേഹിക്കുക? അത് നുണ, സിദ്ധാർത്ഥ് വീണ്ടും പറഞ്ഞു. അമ്മ വീണ്ടും അവളെ നോക്കി. സിദ്ധാർത്ഥ് എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മയോട് നിനക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അമ്മ നിന്നോട് പറഞ്ഞത് ആകെ ഒരാഗ്രഹം മാത്രം. ഇതുവരെ സാധിച്ചു കൊടുത്തില്ലല്ലോ. പിന്നെ നീ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എന്താഗ്രഹം? കണ്ടില്ലേ, അവൾക്കത് ഓർമ്മ പോലുമില്ല, സിദ്ധാർത്ഥ് വീണ്ടും പറഞ്ഞു. മോളെ, അപ്പോൾ നീ അതൊക്കെ ഞാൻ തമാശയായി പറയുന്നതാണെന്ന് കരുതിയോ? അമ്മ, എനിക്ക് മനസ്സിലായില്ല. അമ്മ എന്തിനെപ്പറ്റി എന്നോട് പറഞ്ഞത്? അവൾ അത് പറഞ്ഞു തരുമ്പോൾ അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു. എല്ലാവരും പരസ്പരം മുഖം നോക്കി. ഒരു മൂകത തടം കെട്ടി നിന്നു. മോളെ ഗൗരി, അമ്മ മോളുടെ ആകെ ഒരാഗ്രഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അമ്മയ്ക്കമ്മയുടെ സ്വന്തം പേരക്കുട്ടികളെ താലോലിക്കണമെന്നുള്ള ആഗ്രഹം മാത്രം. അത് നീ ഇപ്പോഴും? ഗൗരി സിദ്ധാർത്ഥിനെ ഉഴിഞ്ഞൊന്നു നോക്കി. അവൻ ചുണ്ടു നനച്ചുകൊണ്ട് അവളെ കണ്ണിറുക്കി കാണിച്ചു. ഇതവൻ്റെ സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് അവൾക്കിപ്പോൾ വ്യക്തമായി. അമ്മ, ഞാനത് സിദ്ധാർത്ഥിനോട് പറഞ്ഞിരുന്നു. എനിക്ക് 3 മാസം കൂടി ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് എക്സാം. അത് കഴിഞ്ഞ് എന്തായാലും നോക്കാം. അത് ഞാൻ സിദ്ധാർത്ഥിന് വാക്കു കൊടുക്കുകയും ചെയ്തു. വിശേഷമായിട്ടും പോകാമല്ലോ. കുട്ടികളൊന്നും വെക്കരുത്. പിന്നീട് അതിൻ്റെ ഒന്നും വേണ്ടാന്ന് വെക്കരുത്. പിന്നീട് അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരും. അമ്മ ഇത്രയും കാത്തിരുന്നില്ലേ? ഒരു 3 മാസം കൂടി? ഇല്ല, ഇനി പറ്റില്ല. ഈ അമ്മയ്ക്ക് കൊതിയാവാ നിങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുക്കാൻ. ആ മോളെ വാരി പുണരാൻ തോന്നുവാണ് ഇപ്പോൾ തന്നെ. മോളോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അതെ, ആദ്യത്തെ മോൾ തന്നെ ആവട്ടെ. അത് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. ഗൗരിക്ക് മനസ്സിലായി, ഇനി ആരോടും വാദിച്ചു നിന്നിട്ട് കാര്യമില്ല. എല്ലാവരും അതിനായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കരിയർ അവൾക്ക് നോക്കിയല്ലേ പറ്റൂ.
അച്ഛൻ്റെ ആഗ്രഹമാണ് അവൾ സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ളത്. അത് പൂർത്തീകരിക്കാതെ ഇരുന്ന അച്ഛൻ്റെ ആത്മാവ് വിഷമിക്കും. ഒരുപാട്. അന്ന് രാത്രി അമ്മയും മോളും സംസാരിച്ചു. തീർന്നേൽ കിടക്കാമായിരുന്നു. അച്ഛൻ വർമ്മ കളിയാക്കി പറഞ്ഞു. നിക്ക്, എൻ്റെ മോളെ കണ്ടും മിണ്ടിയിട്ടും കൊതി തീർന്നില്ല. എൻ്റെ ഈശ്വര, ഈ പെണ്ണ്. വർമ്മ തലയിൽ കൈവച്ച്. ദേ നോക്കമ്മണി, എഴുന്നേറ്റ് വാ, അവർക്ക് നാളെ കോളേജിൽ പോകാനുള്ളതാണ്. അപ്പോഴാണ് അമ്മയും ആ കാര്യം ഓർത്തത്. എങ്കിൽ ശരി മോളെ, നാളെ കാണാം, അമ്മ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. തിരിഞ്ഞു നടന്നതും അമ്മ വീണ്ടും അവൾക്കരികിലേക്ക് നടന്നെടുത്തു. അവൾ സംശയത്താൽ അമ്മയെ നോക്കി. പിന്നെ അമ്മ പറഞ്ഞത് മറക്കണ്ട. അവൾ അമ്മയെ ദയനീയമായി ഒന്ന് നോക്കി. പ്ലീസ്. അവസാനം അമ്മ അവളോട് കെഞ്ചി പറഞ്ഞു. അവൾ അമ്മയെ വാരി പുണർന്നു. അമ്മ വിഷമിക്കണ്ട. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി സോഫയിൽ ചാരിയിരുന്നു. അല്ല, നീ എന്തോ കണ്ടിരിക്കോ മോനെ, പോയി കിടക്കാൻ നോക്ക്. അമ്മ പറഞ്ഞത് സിദ്ധാർത്ഥ് എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു. അവന് പിന്നാലെ ഗൗരിയും. അവർക്ക് പിന്നാലെ അച്ഛനും അമ്മയും. സിദ്ധാർത്ഥിൻ്റെ റൂമിൻ്റെ കുറച്ചപ്പുറമുള്ള റൂമാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് കണ്ണ് വെട്ടിക്കാൻ ഗൗരിക്ക് സിദ്ധാർത്ഥിൻ്റെ കൂടെ റൂമിലേക്ക് ചെന്നേ മതിയാവുമായിരുന്നുള്ളൂ. ഇരുവരും റൂമിലേക്ക് കയറിയതും സിദ്ധാർത്ഥ് റൂം അകത്തുനിന്ന് ലോക്ക് ചെയ്തു. അത് കണ്ടതും ഗൗരി ഒന്ന് നടുങ്ങിപ്പോയി. എങ്കിലും ധൈര്യം സംഭരിച്ചവൾ അവിടെയുള്ള സോഫയിലേക്കിരുന്നു. അപ്പോഴേക്ക് സിദ്ധാർത്ഥ് ബാത്ത് ടവലെടുത്ത് കുളിക്കാൻ പോയി കഴിഞ്ഞിരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ഗൗരി വാതിൽക്കലേക്ക് നടന്നു. ജനൽ വഴി പുറത്തേക്ക് നോക്കി. അച്ഛനും അമ്മയും ഹോളിലെ കസേരയിലിരിപ്പുണ്ട്. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ അവളെ കാണുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അപ്പോഴേക്ക് സിദ്ധാർത്ഥ് കുളി കഴിഞ്ഞിറങ്ങി വന്നു. എന്താടോ? സിദ്ധാർത്ഥ്, ഞാൻ എങ്ങനെ റൂമിലേക്ക് പോകും? അവൾ നഖം കടിച്ചു ചോദിച്ചു. എന്തിന്? അവൻ്റെ മറുപടി കേട്ടതും അവൾ ജനലിൻ്റെ പുറത്തേക്കുള്ള നോട്ടം മാറ്റി അവനെ നോക്കി. നിങ്ങൾക്കറിയില്ലേ എന്തിനാണെന്ന്? അപ്പോഴേക്ക് സിദ്ധാർത്ഥ് അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ ഉള്ളൊന്ന് കാളി. അവളെ ഒരു കൈകൊണ്ട് സിദ്ധാർത്ഥ് വട്ടം പിടിച്ച് മറു കൈ കൊണ്ട് ജനൽ കർട്ടനിട്ടു. താൻ എങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇനി താൻ ഇവിടെ എൻ്റെ കൂടെ ഈ റൂമിലുണ്ടാവും. അവളെ നോക്കി അവൻ പതിയെ പറഞ്ഞു. അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്തേക്ക് വീണ് കിടന്ന മുടിയെ മാടി ഒതുക്കി. അപ്പോഴേക്കും അവൾ ആകെ വിറച്ചു പോയിരുന്നു. സിദ്ധാർത്ഥ്, അവൾ ഒരു കാറ്റുപോലെ വിളിച്ചു. എന്താ? എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. എന്തോന്ന്? പെട്ടെന്ന് അവൻ ചോദിച്ചു. ശരി ചെല്ല്. അവൻ അവളെ പതിയെ കൈകളിൽ നിന്നും മാറ്റി. അതേ, രാവിലെ വരെ ബാത്റൂമിൽ ഇരിക്കാൻ എന്ന് വിചാരിക്കേണ്ട. 10 മിനിറ്റിനുള്ളിൽ വന്നിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ തലയിൽ കൈവച്ച് ഷവറിനടിയിൽ നിന്നു. ഈശ്വര, ആഗ്രഹമൊക്കെ ഉണ്ട് എൻ്റെ സിദ്ധാർത്ഥിൻ്റെ കുഞ്ഞിനെ ഈ വയറിൽ ചുമക്കാൻ. എന്നാൽ എൻ്റെ അച്ഛൻ പാവം ഒരുപാട് ആഗ്രഹിച്ചത് എൻ്റെ പഠനം. അതെല്ലാം മറന്ന് ഞാനിപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി തയ്യാറെടുത്താൽ. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് വെള്ളത്തിനടിയിൽ നിന്നു. അല്പം കഴിഞ്ഞതും അവൾ നാവുകൊണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു. തോർത്തെടുത്തില്ല, ഇനി എങ്ങനെ വെളിയിലിറങ്ങും? ദേ, നിന്റെ കുളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്, എങ്കിലിറങ്ങ്. സിദ്ധാർത്ഥ് അവൾ പതിയെ വിളിച്ചു. എന്താ പറ്റി? ഞാൻ തോർത്തെടുത്തില്ല. പിന്നെ ഡ്രസ്സ്. അവൾ പാതിയെ നിർത്തി. അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ ടവലെടുത്ത് അവൾക്ക് നൽകി. അവൾ കൈനീട്ടി വാങ്ങിയതും അവൻ്റെ ഉദ്ദേശം മനസ്സിലായ ഗൗരി വാതിൽ പെട്ടെന്ന് തന്നെ അടച്ചു. ശേ, അവൻ ഈർഷ്യയോടെ പറഞ്ഞു. സിദ്ധാർത്ഥ്, എൻ്റെ ഡ്രസ്സ്, ആ ടവലെടുത്തു വാ. അവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് ഞെട്ടി. ഇല്ല, ഇങ്ങി വാ ഗൗരി. വേണ്ട സിദ്ധാർത്ഥ്, എൻ്റെ ഡ്രസ്സ് ഇതാ. നീ ഇപ്പോൾ വന്നില്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരും. ഇല്ല വേണ്ട, ഞാൻ വരാം. അവൾ പതിയെ ടവലെടുത്ത് പുറത്തേക്കിറങ്ങി. സിദ്ധാർത്ഥ് അപ്പോൾ ലാപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളിൽ ആശ്വാസമായിരുന്നു അത്. പതിയെ അവൾ ബെഡിലുണ്ടായിരുന്ന അവിടെ വസ്ത്രമെടുത്ത് ബാത്റൂമിലേക്ക് നടക്കാനാഞ്ഞതും സിദ്ധാർത്ഥ് ലാപ്പ് അടച്ച് കാലിനുമേൽ കാൽ കയറ്റി വെച്ച് അവളെ തന്നെ ഇട്ടുനോക്കി. സത്യത്തിൽ അവൻ്റെ നോട്ടത്തെ ആ വേഷത്തിൽ താങ്ങാനുള്ള ശക്തിയൊന്നും അവൾക്കില്ലായിരുന്നു. പതിയെ ഗൗരി അവളുടെ വസ്ത്രം അവളുടെ ശരീരം മറയ്ക്കുന്ന വിധത്തിൽ പിടിച്ചു. എന്നിട്ട് അവൻ അവളെ കളിയാക്കി പറഞ്ഞു. സിദ്ധാർത്ഥ്, അവൾ ദയനീയമായി വിളിച്ചു. പെട്ടെന്നായിരുന്നു അവളെ ഞെട്ടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് അവൾക്കരികിലേക്ക് നിന്നത്. അവൻ അവൾക്ക് പിന്നിലായി വന്നു നിന്നു. അവളുടെ ശരീരം മാസകലം ഒരു വിറയലായിരുന്നു. അവളെ ഇടുപ്പിലൂടെ വട്ടം കെട്ടി പിടിച്ച് കൊണ്ട് സിദ്ധാർത്ഥ് അവളുടെ തോളിൽ താടി അമർത്തിക്കൊണ്ട് അവളുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു. അവളിലൂടെ ഒരു മിന്നൽ പിളർപ്പ് പാഞ്ഞുപോയി. അവൻ അവളുടെ ഇടുപ്പിൽ ആഞ്ഞൊന്നമർത്തിയതും അവളുടെ കയ്യിലിരുന്ന വസ്ത്രം നിലത്തേക്ക് വീണു. പെട്ടെന്ന് അവളുടെ മുട്ട് കയ്യിൽ പിടിച്ചു കറക്കി അവൻ അവളെ അവന്ന് നേർക്ക് തിരിച്ചു നിർത്തി. 6 അടി 3 ഇഞ്ച് ഹൈറ്റുള്ള അവൻ്റെ മുന്നിൽ അവൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെയായിരുന്നു. അവളുടെ മുഖത്തോടവൻ കുനിഞ്ഞുകൊണ്ട് അവളുടെ ഭയത്താൽ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി. അവളും അവൻ്റെ വശ്യമായ കണ്ണുകളെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവളെ വലിച്ചവൻ അവൻ്റെ നെഞ്ചോട് ചേർത്തു. പതിയെ അവളുടെ മുഖത്തോട് കുനിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു.
ഇനിയും വയ്യ. ഇങ്ങനെ നിന്നെ കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോവാ പെണ്ണി. അത് പറഞ്ഞു തീർന്നതും അവൻ അവളെ എടുത്തുയർത്തിക്കൊണ്ട് ബെഡിനരികിലേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തിക്കൊണ്ടവൻ അവളുടെ മേലേക്ക് കിടന്നു. ഒരു നിമിഷം അവൾ വല്ലാതെയായി. അവളുടെ ഇളം പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകൾ സിദ്ധാർത്ഥ് പതിയെ കടിച്ചു. അവളൊന്ന് എരിവലിച്ചുപോയി. ഒന്നും ആയിട്ടില്ല. അപ്പോഴേക്കും പറ്റാതെ ആയോ? അവൾ അവനെ ഒന്ന് നോക്കി. ഇപ്പോൾ എന്തു പറഞ്ഞാലും അവൻ്റെ തലയിൽ കയറില്ല എന്ന് അവൾക്ക് നന്നേ വ്യക്തമായി മനസ്സിലായി. പതിയെ അവളുടെ കൈകളെ രണ്ടും അവൻ മുകളിലേക്ക് ഉയർത്തി ഒരു കൈ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചു. പതിയെ അവളുടെ കഴുത്തിലും നെഞ്ചിലും അവൻ്റെ ചുടുചുംബനങ്ങൾ ഏറ്റുകൊണ്ടിരുന്നു. അവളിലും വല്ലാത്തൊരനുഭൂതി നിറഞ്ഞു വരുന്നത് അവളും അവനും അറിഞ്ഞിരുന്നു. അവളുടെ ടവൽ പതിയെ നിലത്തേക്ക് ഊർന്നു വീണു. അവളിൽ അവൻ്റെ ചുണ്ടുകൾ ദിക്കറിയാതെ ഓടി നടന്നു. വിരലുകൾ അവളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു വേള അവളിൽ നിന്നും ഒരു നേർത്തൊരു കരച്ചിൽ ചീളുകളായി പുറത്തേക്ക് വരുമ്പോൾ അവനതിനെ ചുണ്ടുകൾ കൊണ്ട് ചുംബിച്ചു നിർത്തി. കണ്ണുനീർത്തുള്ളികൾ കവിളിൻ്റെ ഇരുഭാഗത്തേക്ക് മൂലിച്ചിറങ്ങി. അതങ്ങനെ തലേണയും അല്പനേരം നനച്ചു. ഇടയ്ക്കെപ്പോഴോ അവനും അവളെ ചേർത്ത് പിടിച്ചു. അല്പനേരം കഴിഞ്ഞതും അവൻ അവളിലേക്ക് ചാഞ്ഞു കിടന്നു. ഇരുവരുടെയും കിതപ്പ് പരസ്പരം കേൾക്കാൻ പറ്റുന്ന വിധമായിരുന്നു. ഗൗരി ഒരു ഞരക്കത്തോടെ അവനെ തള്ളി ബെഡിലേക്കിട്ടു. ആകെ തളർന്നു പോയിരുന്നു അവൾ. ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടാൻ നിന്നവളെ അവൻ കൈകൊണ്ട് പിടിച്ചു വലിച്ചു വീണ്ടും ബെഡിലേക്ക് തന്നെ ഇട്ടു. എങ്ങോട്ടാ? അവൻ ബെഡിൽ കൈകുത്തി എഴുന്നേറ്റ് ചോദിച്ചു. എന്താ സിദ്ധാർത്ഥ് ഒന്നും അറിയാത്ത പോലെ? എനിക്കെന്തോ പോലെയാവുന്നു. അവിടെ കിടക്കടി. അയ്യോ സിദ്ധാർത്ഥ്, ഗൗരി ദേ നോക്ക്. നീ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണിതല്ല. ഒരു 5 മിനിറ്റ് കിടന്ന കാര്യങ്ങളെല്ലാം ശടപടെ നടക്കും. എന്താ കാര്യം? അല്ല, ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ ശരീരമൊക്കെ ഒന്ന് പിടിച്ചെടുക്കണ്ടേ? അയ്യടാ ഒന്ന് വിട്ടേ. അതങ്ങ് ചുമ്മാ പിടിക്കത്തോന്നിയില്ല. അതിനതിൻ്റെതായ സമയമുണ്ട്. എന്തോന്ന്? എനിക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞ മെൻസസ് ആണ്. ഇന്നത്തെ പ്രഹസനമൊക്കെ അത് വെറുതെയാണ് മിസ്റ്റർ സിദ്ധാർത്ഥ് വർമ്മ. ഓ ആയിക്കോട്ടെ, സമയമുണ്ടല്ലോ, ഞാൻ എടുത്തോളാം. അത്രയും പറഞ്ഞവൻ അവളുടെ മേലേക്ക് കയറിക്കിടന്നു. ഇനി എന്താ? എന്തോ നിന്നെ കടിച്ചു തിന്നാൻ തോന്നുക. അയ്യടാ അതൊക്കെ പിന്നെ. ഇപ്പോൾ ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ പ്ലീസ്. പോ. ഗൗരി പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. ശരീരത്തിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ അവളുടെ ശരീരം നീറിപ്പോകുന്നത് അവൾ നന്ദി അറിഞ്ഞു. ഒരുപാട് വൈകിയാണ് ഗൗരി ബാത്റൂമിൽ നിന്നും വന്നത്. അവൾ ഇറങ്ങുമ്പോൾ സിദ്ധാർത്ഥ് അവളെ ഇടം കണ്ണിട്ടൊന്ന് നോക്കി. മുഖം ആകെ മാറിയിട്ടുണ്ട്. ആ മുഖത്ത് വേദന നന്നേ വ്യക്തമായി അറിയായിരുന്നു. അവനെന്തോ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ആവുമായിരുന്നില്ല. ഗൗരി പതിയെ ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു. ഒരു നേർത്ത ചുടുശ്വാസം കവളിൽ പതിക്കുന്നതറിഞ്ഞാണ് അവൾ കണ്ണുകൾ തുറന്നത്. സിദ്ധാർത്ഥാണ്. അവൾ എന്തേ എന്ന് കണ്ണുകൾ കൊണ്ട് തിരക്കി. വേദനിച്ചു? ഏയ് ഇല്ല. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ശരിക്കും ആന്നേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കേട്ടപ്പോഴാണ് അവനിത്തിരി സമാധാനമായത്. പിറ്റേന്ന് രാവിലെ പതിവ് സമയത്ത് തന്നെ സിദ്ധാർത്ഥ് ഉണർന്നിരുന്നു. എന്നാൽ ഗൗരി നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. അവൻ വിളിക്കാനും പോയില്ല. സമയമേറെയായിട്ടും അവളെ താഴേക്ക് കാണാതെ അമ്മ മുകളിലെ സിദ്ധാർത്ഥിൻ്റെ റൂമിലേക്ക് നടന്നു. അമ്മണി നീ എങ്ങോട്ടാ? കുഞ്ഞുറങ്ങിക്കോട്ടെ. അതല്ല ഏട്ടാ, കുഞ്ഞിനെന്തെങ്കിലും വയ്യായ്ക ഉണ്ടോയെന്നൊരു പേടി. ഇല്ലെങ്കിൽ ഇത്രയും ഉറങ്ങാറില്ലല്ലോ. ഞാൻ ഉണർത്തി നോക്കിയിട്ട് പെട്ടെന്ന് വരാം. നിന്റെ ഇഷ്ടം പോ. പിന്നീട് അതിനെ എതിർത്തില്ല. സിദ്ധാർത്ഥിൻ്റെ റൂമിലെത്തിയ അമ്മ അകത്തേക്ക് കയറി. ഗൗരി നല്ല ഉറക്കമാണ്. അമ്മ പതിയെ അവളെ തട്ടി വിളിച്ചു. മോളെ ഗൗരി. അമ്മയുടെ വിളി കേട്ടതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. കണ്ണുകൾ കണ്ടാൽ അറിയാം നല്ല ക്ഷീണമുണ്ടെന്ന്. എന്താ പറ്റും മോളെ? വയ്യേ? ഏയ് ഒന്നുമില്ല അമ്മ. എന്തോ ശരീരത്തിനല്ല ഒരു വേദന. എന്തേ പെട്ടെന്ന്? ഇന്നലെ രാത്രി ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അത് പിന്നെ. ഗൗരി ഒന്ന് വിക്കിപ്പോയി. അപ്പോഴേക്ക് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വന്നിരുന്നു. എന്താ പറ്റി? അമ്മയും മരുമകളും കൂടെ? അല്ലടാ മോനെ, കുഞ്ഞിനെന്തോ വയ്യെന്ന്. ഇന്നലെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. സിദ്ധാർത്ഥ് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. പോ അവിടുന്ന്, അവൾ മുഖം കൂർപ്പിച്ചു പറഞ്ഞു. അമ്മ കാര്യം മനസ്സിലായെന്ന പോലെ കള്ളച്ചിരിയോടെ ഗൗരിയെ നോക്കി. അവൾ അമ്മയെ നോക്കി ഒന്ന് ഇളിച്ചു കാട്ടി. അമ്മ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് താഴേക്ക് പാഞ്ഞു. താഴേക്ക് വരുന്ന ഭാര്യയെ കണ്ട വാരം പത്രം വായിക്കുന്ന മടിയിൽ വെച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി. എന്താ അമ്മണി ഇങ്ങനെ ചിരിച്ചു വരുന്നത്? ദേ മനുഷ്യ, അത് പിന്നെ. അമ്മ നാണം കൊണ്ട് പറയാൻ വന്നത് മറന്നുപോയി. പറ എന്താ? നമുക്കൊരു പേരക്കുഞ്ഞ് വരാൻ പോവാ. പേരക്കുഞ്ഞ്? അമ്മ സന്തോഷം അടക്കാനാവാതെ പറഞ്ഞു. ഇതേ സമയം റൂമിൽ ഗൗരി ഫ്രഷായി റൂമിൽ വരുമ്പോൾ സിദ്ധാർത്ഥ് ഷെൽഫിൽ നിന്ന് ഫയലുകൾ എടുത്ത് അത് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അവനെ കടന്നു പോയതും അവൻ അവളെ വട്ടം ഒറ്റപ്പെടുത്തുമായിരുന്നു. എങ്ങോട്ടാ ഇത്ര ധൃതി? താഴേക്ക്, അവളൊരു കാറ്റ് പോലെ പറഞ്ഞു. എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ പോവുകയാണോ? മൈൻഡെല്ലാം ഇന്നലെ കഴിഞ്ഞില്ലേ? ആര് പറഞ്ഞെന്ന്?
കഴിഞ്ഞെന്ന് ഇനി തുടങ്ങാൻ പോകുന്നല്ലോ ഉള്ളൂ. അതും പറഞ്ഞവൻ അവളുടെ കഴുത്തിൽ ഒരു കടി കൊടുത്തു. അവൾ അവനെ തള്ളി മാറ്റി പുറത്തേക്കോടി. കൂടെ അവനും.